ഈശോയിൽ പ്രിയരെ, ഇന്ന് സെപ്റ്റംബർ 8 ഞായറാഴ്ച. വേർഡ് ഓഫ് ഗോഡ് ടുഡേ, 3-ാം മണിക്കൂർ. ഇന്നത്തെ 3-ാം മണിക്കൂറിന്റെ ചിന്തയ്ക്കായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായമാണ്. അവിടെ ഇങ്ങനെ കാണുന്നു: താഴ്വരകളിലെ നഗരങ്ങൾ നശിപ്പിക്കപ്പെട്ടപ്പോൾ ദൈവം അബ്രാഹത്തെ ഓർത്തു. ലോത്ത് പാർത്തിരുന്ന ഈ നഗരങ്ങളെ നശിപ്പിച്ചപ്പോൾ അവിടുന്ന് ലോത്തിനെ നാശത്തിൽ നിന്നും രക്ഷിച്ചു. പ്രിയമുള്ളവരെ, അബ്രാഹത്തിനെ ഓർത്ത് ലോത്തിനെ രക്ഷിക്കുന്ന ദൈവം. പ്രിയമുള്ളവരെ, മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയെ നമ്മെ ഒരിക്കൽ കൂടി ഓർപ്പിച്ചു തരികയാണെന്ന്. മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്ന ഓർമ്മ നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കാൻ ഇന്ന് ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ട് പറയാനുള്ളത് സെപ്റ്റംബർ 8-ാം തീയതിയുടെ മറ്റൊരു ഓർമ്മയാണ്. ഏദൻ തോട്ടത്തിൽ നിന്നും പാപം ചെയ്ത മനുഷ്യനെ പുറത്താക്കിയപ്പോൾ വീണ്ടും മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുന്ന മനുഷ്യന് ആ സൗഭാഗ്യം തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി സ്വപുത്രനെ യാഗമായി അർപ്പിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ലെന്ന് കണ്ട ദൈവം അവന് പിറക്കുവാൻ വേണ്ടി ഒരു കന്യകയ്ക്ക് ജന്മം കൊടുക്കാൻ ഓർത്ത ദിനം. പ്രിയമുള്ളവരെ, ആ ദിനത്തിന്റെ ഓർമ്മയിൽ നമുക്കും നമ്മുടെ ജീവിതത്തെ ഓർക്കാം. വീണ്ടെടുപ്പിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നത് ഒഴിവാക്കാൻ നമുക്ക് ഓർക്കാം. കാനായിലെ കല്യാണത്തിന് വീഞ്ഞു തീർന്നു പോയപ്പോൾ ആ കുടുംബത്തെ അപമാന ഭാരത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ഓർത്ത് മറിയം അവിടെ ഇടപെടുന്ന നിമിഷം നമുക്കറിയാം. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്ന അവസരങ്ങളിൽ സ്നേഹത്തിന്റെ ചൈതന്യം വീണ്ടെടുക്കുവാനും കുടുംബം ആ നൈർമല്യത്തിൽ വളർത്തുന്നതിനും നമുക്ക് അത് ഓർത്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ ഓർത്ത് അവളെ വിളിച്ച് മധ്യസ്ഥ അപേക്ഷിക്കാം. നമ്മുടെ കുടുംബങ്ങളെ പാപത്തിന്റെ ചെളിക്കുണ്ടിൽ നിന്ന് വീണ്ടെടുക്കുവാനും തിന്മയുടെ സ്വാധീനത്തിൽ നിന്ന് അകറ്റി നിർത്തുവാനും അങ്ങനെ നിത്യത അവകാശപ്പെടുത്തുവാൻ പറ്റും വിധം അവരെ ആ സ്വർഗത്തെക്കുറിച്ചുള്ള ബോധ്യം കൊടുത്ത് അവരെ അത് ഓർപ്പിച്ച് നിത്യജീവൻ അവകാശപ്പെടുത്തുന്ന ജീവിത ശൈലി നമ്മുടെ കുടുംബങ്ങളിൽ രൂപപ്പെടുത്താൻ നമുക്ക് ഓർക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.